നമസ്കാരം. ഡോക്ടർ രൺധീർ കൃഷ്ണൻ രചന നിർവഹിച്ച് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയറാം ടൈറ്റിൽ വേഷത്തിലെത്തിയ എബ്രഹാം ഓസ്ലർ തിയേറ്റർ റിലീസായി വന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ഇമോഷണൽ ക്രൈം ഡ്രാമ എന്നാണ് സിനിമയെക്കുറിച്ച് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ജയറാമിൻ്റെ ഒരു വലിയ തിരിച്ചുവരവാകും എന്ന രീതിയിൽ കൂടെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം കൂടിയായിരുന്നു അപ്പോൾ ഇന്ന് എബ്രഹാം ഓസ്ലർ എന്ന സിനിമയെക്കുറിച്ച്. സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് തൃശ്ശൂർ ACP ആയിട്ടുള്ള എബ്രഹാം ഓസ്ലർ തൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടെയാണ്. അയാളെ അത് വിടാതെ പിന്തുടരുന്നുമുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ആ സമയത്താണ് ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണം ഓസ്ലറിൽ എത്തിച്ചേരുന്നത്. അതിൻ്റെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് അടുത്ത സംഭവം കൂടെ വരുന്നത്. തുടർന്നുള്ള ഓസ്ലറിൻ്റെയും സംഘത്തിൻ്റെയും അന്വേഷണവും അതിലെ ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ചിത്രം പറയുന്നത്. ഒട്ടും സ്പോയിലർ കണ്ടന്റ് ഇല്ലാതെ ചിത്രത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ് പറയാൻ പറ്റുകയെന്ന് തോന്നുന്നു. അന്വേഷണവും അതിൻ്റെ പുരോഗതിയും ഒക്കെ ആകുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ആ ടെംപ്ലേറ്റ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് എന്ന്. അതും ഒരു പ്രശ്നമായി പറയാൻ സാധിക്കില്ല. കാരണം അതേ ടെംപ്ലേറ്റിൽ തന്നെ എത്രയോ കിടിലൻ ത്രില്ലേഴ്സ് വന്നിരിക്കുന്നു. എങ്ങനെ കഥ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നതിലാണ് പ്രധാന പോയിന്റ് കിടക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നോക്കിയാൽ ഒന്ന് കണ്ടിരിക്കാം എന്നതിനപ്പുറത്തേക്ക് എക്സൈറ്റ്മെൻറ്റ് എന്നത് പലയിടത്തും മിസ്സിംഗ് ആണ് എബ്രഹാം ഓസ്ലറിൽ. പ്രകടനത്തിലേക്ക് വന്നാൽ ജയറാമാണ് ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള എബ്രഹാം ഓസ്ലറായിട്ട് എത്തുന്നത്. കേസ് അന്വേഷണത്തിലേക്ക് വരുന്നതിന് മുന്നേ അയാളുടെ പാസ്റ്റിലുണ്ടായ ഒരു ട്രാജഡിയും ഇപ്പോൾ അയാൾ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുമായി ആ കഥാപാത്രത്തെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബോഡി ലാംഗ്വേജ് കൊണ്ടുവന്നിരിക്കുന്നത് കൊള്ളാമെന്ന് തന്നെ തോന്നി. നല്ല രസമായി തന്നെ വന്നിട്ടുണ്ട്. ശാരീരികമായി വീക്കാണ് എന്നുള്ളതൊക്കെ നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്കെയിലിൽ തന്നെ പോവുകയാണ്. പെർഫോമൻസിന് നല്ല സാധ്യത തന്നെ തിരക്കഥ നൽകുന്നുണ്ടോ എന്നതും സംശയമാണ്. പലപ്പോഴും ഒരു ഡൾ നേച്ചറിലൂടെ പോകുന്നത് പോലെയും തോന്നി. ജയറാം നമ്മൾ അങ്ങനെ കാണാത്തൊരു സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നെക്സ്റ്റ് ലെവൽ എന്നത് ഫീൽ ചെയ്തിട്ടില്ല. പെർഫോമൻസ് കിടിലനായി എന്ന നിലയിൽ ഈ സിനിമയിൽ ആദ്യം മനസ്സിൽ വരുന്നത് തീർച്ചയായും ജഗദീഷാണ്. പ്രത്യേകിച്ച് നടത്തം, ഡയലോഗ് ഡെലിവറിയൊക്കെ ഷാർപ്പായിരുന്നു. സെന്തിൽ കൃഷ്ണ, ആര്യ സലീം എന്നിവരാണ് ഓസ്ലറിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. അനശ്വര രാജൻ നല്ല പ്രകടനം തന്നെയായിരുന്നു. ഷോർട്ട് ടൈമിൽ തന്നെ ആ കഥാപാത്രത്തിൻ്റെ ഒരു ഇമോഷണൽ സ്പേസിനെയൊക്കെ ഗംഭീരമായി തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതുപോലെ ഫ്ലാഷ് ബാക്കിൽ വരുന്ന 4 ചെറുപ്പക്കാരുടെ പ്രകടനങ്ങൾ കൺവിൻസിംഗ് ആയിരുന്നു. രസമായി തന്നെ ചെയ്തിട്ടുമുണ്ട്. സിനിമ റിലീസായ ദിവസം തന്നെ പുറത്തുവിട്ട കാര്യമാണ്. മമ്മൂട്ടിയും ഈ സിനിമയിൽ പ്രാധാന്യമുള്ള ഒരു വേഷത്തിൽ എത്തുന്നുണ്ട്. കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മമ്മൂട്ടി വന്നതിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ഗ്രാഫ് ഒന്ന് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ലിഫ്റ്റ് ചെയ്തു എന്നൊന്നും തോന്നിയില്ല. മമ്മൂട്ടി ഫാക്ടർ എന്നതുകൊണ്ട് ഒരുപടി ഉയരുന്നുണ്ട്. ഡീസൻ്റായി തന്നെ അദ്ദേഹം ആ കഥാപാത്രത്തെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അർജുൻ അശോകൻ, ദിലീഷ് പോത്തൻ, സൈജു കുറുപ്പ്, അനൂപ് മേനോൻ, ബോബൻ ആലമൂടൻ, അർജുൻ നന്ദകുമാർ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ തേനി ഈശ്വറാണ് ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിരിക്കുന്നത്. രാത്രിയിലെ വിഷ്വൽസൊക്കെ സിനിമയിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. മിഥുൻ മുകുന്ദൻ്റെ പശ്ചാത്തല സംഗീതത്തിൽ മമ്മൂട്ടിയുടെ ഇൻട്രോ സീൻ സമയത്തുള്ള പശ്ചാത്തല സംഗീതം കിട്ടലായിരുന്നു. പിന്നെ അവസാനമായപ്പോഴും നല്ല രസമുള്ളതായിട്ട് തോന്നി. ചിലയിടങ്ങളിൽ സ്കോർ ലൗഡ് ആയതുപോലെയും അനുഭവപ്പെട്ടു. ഷമീർ മുഹമ്മദാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. പഴയ കാലമൊക്കെ റീക്രിയേറ്റ് ചെയ്തതിൽ ആർട്ട് വർക്കും പരാമർശിക്കേണ്ടത് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം പൂമാനമേ എന്ന സോങ് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണണമെന്ന് തന്നെ ആഗ്രഹമുണ്ട്. നല്ല രസമായി തന്നെ അത് സിനിമയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇനി സിനിമയുടെ കോർ എന്ന് പറയുന്ന തിരക്കഥയിലേക്ക് വന്നാൽ പേഴ്സണൽ ലൈഫിലെ ട്രാജഡിയും പിന്നീടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ജീവിതവുമൊന്നും നമ്മളങ്ങനെ സ്ക്രീനിൽ കാണാത്ത കാഴ്ചയൊന്നുമല്ല. അവിടെ ആ ബേസിക് സംഭവത്തിൽ നിന്നും കഥാപാത്രത്തെ ഡെവലപ്പ് ചെയ്യുക, പുതിയ കഥയിലെ സംഭവങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നതിലാണ് പ്രധാന കാര്യമുള്ളത്. എബ്രഹാം ഓസ്ലറിൽ മിസ്സിംഗ് ആവുന്നതും അത് തന്നെയാണ്. ഓസ്ലർ എന്ന കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, കേസിലേക്ക് വരുന്നു. അതിന് തുടർച്ചയൊക്കെ ആകുമ്പോൾ ആരാണ് എന്താണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ആകാംക്ഷയുണ്ട് തുടക്കത്തിൽ. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ആ മൊമെൻറ്റം നഷ്ടപ്പെടുന്നുണ്ട്. രണ്ടാം പകുതിയിൽ വീണ്ടും ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ഫ്ലാഷ് ബാക്ക് സീനുകൾ നീണ്ടുപോകുന്നതും ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട്. അവിടെ എന്താണ് നടന്നത് എന്ന ഏകദേശ ധാരണ നേരത്തെ തന്നെ കിട്ടുന്നുണ്ട് എന്നത് തന്നെയാണ് ആസ്വാദനത്തെ ബാധിക്കുന്ന കാര്യമെന്നുള്ളതും. വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു മലയാള സിനിമയുടെ ഓർമ്മ ഇടയ്ക്കിടെ ഈ സിനിമ കാണുമ്പോൾ വരുന്നതുണ്ടായിരുന്നു. സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞ് മനസ്സിൽ പതിഞ്ഞ് പിന്നെ സിനിമ കാണുമ്പോൾ തീർച്ചയായും ആസ്വാദനത്തെ ബാധിച്ചേക്കാം എന്നതുകൊണ്ട് തന്നെയാണ്. മമ്മൂട്ടി എന്ന ഫാക്ടർ വരുമ്പോൾ പോസിറ്റീവായി എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞതാണ്. അതിനൊപ്പം തന്നെ മമ്മൂട്ടിയാണ് ചെയ്യുന്നത് എന്നതുകൂടെ ഉണ്ടല്ലോ. അത് ആ കഥാപാത്രത്തെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ആ ഒരു കഥാപാത്രത്തിൻ്റെ ആർക്ക് എന്നത് അത്ര മികച്ച രീതിയിൽ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും തോന്നി. മെഡിക്കൽ സംഭവങ്ങളൊക്കെ കുറേ വരുന്നുണ്ട്. കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നിയ സംഗതികൾ തന്നെയാണ് ഏറെയും. അതേസമയം തീർത്തും ലൂസായി തന്നെ പരിഗണിച്ചു എന്ന് തോന്നിയ കാര്യങ്ങളുമുണ്ട്. ഈ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു സീനൊക്കെ അങ്ങനെ ലൂസായി പോയി എന്നാണ് തോന്നിയത്. പലയിടത്തും മിസ്സായി പോകുന്ന ലിങ്കുകളുമുണ്ട്. ഇമോഷണലി ഒരു ഡെപ്ത് കൊണ്ടുവരാൻ മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥ കൂടിയായിരുന്നു. ഓവറോൾ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ഓക്കെ ഫിലിമായിട്ടാണ് എബ്രഹാം ഓസ്ലർ എനിക്ക് അനുഭവപ്പെട്ടത്. 5-ാം പാതിര ത്രില്ലിംഗ് ആയിരുന്നു. മാത്രമല്ല മേക്കിങ്ങിൽ ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു. ഫ്ലാഷ് ബാക്ക് സീനുകളാണെങ്കിൽ പോലും ഷോർട്ടായി തന്നെ പറയുന്നു. അതേസമയം അതിൻ്റെ സോൾ നഷ്ടപ്പെടാതെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതും. ഇവിടെ എത്തുമ്പോൾ അതുതന്നെയാണ് മിസ് ചെയ്യുന്ന കാര്യവും. വീണ്ടും മിഥുൻ മാനുവൽ തോമസ് 5-ാം പാതിര എടുക്കണമെന്നോ അല്ലെങ്കിൽ അതുപോലെ ആകണം ഇവിടെ എന്നല്ല ഞാൻ പറഞ്ഞത്.
മിഥുൻ്റെ തന്നെ മുന്നത്തെ ചിത്രത്തിൽ കണ്ട ഒരു കൈയടക്കം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞെന്ന് മാത്രം. എബ്രഹാം ഓസ്ലറിൽ അതിൻ്റേതായ മൊമെൻറ്റ്സ് ഉണ്ട്. ഒരുപക്ഷെ ഈ ടെംപ്ലേറ്റിൽ നമ്മൾ ഒട്ടേറെ ത്രില്ലർ സിനിമകൾ കണ്ടതുകൊണ്ടായിരിക്കാം ഒരു വൗ ഫാക്ടർ മിസ്സാകുന്നതും. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.